നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. SSLC പരീക്ഷാ ഫലം കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. പലരും മികച്ച വിജയം നേടിയ സന്തോഷം ആഘോഷിക്കുകയാണിപ്പോൾ. എന്നാൽ പയ്യോളി ഐനിക്കാട് ലക്ഷ്മി നിലയത്തിൽ ഗോപിക 10ാം ക്ലാസ്സിൽ 9A+ഉം 1Aയുമായി മികച്ച വിജയം നേടിയിട്ടും ഗോപികയുടെ വീട്ടിൽ അവൾ ഉൾപ്പെടെ ആരും ആ വിജയം ആഘോഷിക്കാൻ ബാക്കിയില്ല. ഫലം വന്നപ്പോൾ നാട്ടുകാരും കൂട്ടുകാരുമെല്ലാം ആദ്യം അന്വേഷിച്ചത് ഗോപികയുടെ പരീക്ഷാ ഫലമാണ്. മികച്ച വിജയം പ്രതീക്ഷിച്ചുവെങ്കിലും ആ വിജയം എല്ലാവർക്കും വേദനയാണ് സമ്മാനിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഗോപികയെ സ്വന്തം അച്ഛൻ തന്നെ ക്രൂരമായി വകവരുത്തുകയായിരുന്നു. ഗോപികയുടെ അമ്മ സ്വപ്ന 3 വർഷം മുൻപ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. പിന്നീട് അച്ഛൻ സുമേഷിന്റെ തറവാട്ടിലാണ് ഗോപികയും അനുജത്തി ജ്യോതികയും കഴിഞ്ഞത്. പരീക്ഷ കഴിഞ്ഞ ദിവസം അച്ഛൻ 2 പേരെയും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പിറ്റേന്ന് സുമേഷിനെ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിവരം അറിയിക്കാൻ വീട്ടിലെത്തിയവരാണ് ഗോപികയും ജ്യോതികയും ജീവനറ്റ നിലയിൽ കണ്ടെത്തിയത്. വാതിൽ ചവിട്ടി തുറന്ന് വീടിനകത്ത് കടന്നപ്പോഴാണ് കട്ടിലിൽ ഇരുവരെയും പുതപ്പിച്ചു കിടത്തിയത് കണ്ടത്. കുട്ടികളുടെ മൂക്കിൽ പഞ്ഞിയും വെച്ചിരുന്നു. പഞ്ഞിയിൽ രക്തം നിറഞ്ഞിരുന്നു. സ്വപ്നയുടെ ഫോട്ടോയും കട്ടിലിൽ കുട്ടികൾക്കരികിലുണ്ടായിരുന്നു. സമീപം ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തി. മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നുവെന്നുമായിരുന്നു കുറിപ്പിലെ ഉള്ളടക്കം. വിഷം നൽകിയ ശേഷം കഴുത്തിൽ കയറിട്ട് മുറുക്കിയാണ് അച്ഛൻ മക്കളെ ഇല്ലാതാക്കിയത്. മിടുമിടുക്കിയായിരുന്നു ഗോപിക. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും അധ്യാപകരുടെ കണ്ണുകൾ നിറയാറുണ്ട്. പാട്ടിനും മറ്റും സംസ്ഥാന തലത്തിൽ വരെ സ്കൂളിനെ എത്തിച്ച ഗോപികയുടെ പാട്ട് ഇന്നും ആർക്കും മറക്കാനായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.